നമ്മുടെ SSC GD കോൺസ്റ്റബിളിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഏകദേശം ഈ മാസം 20-ാം തീയതി മുതൽ നടക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് എന്തൊക്കെ രേഖകൾ കൊണ്ടുപോകണം, അതുപോലെ തന്നെ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നു, ഇതുവരെയുള്ള എല്ലാ അപ്ഡേറ്റുകളും പ്രോപ്പറായിട്ട് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ ഇന്നലെ നമ്മൾ വാട്സപ്പിൽ ഒരു പോൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് പറഞ്ഞതാണ് ഇതിന് എന്തൊക്കെ ഫിസിക്കൽ ഐറ്റംസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ, അതിന് പ്രത്യേകിച്ച് ഒരു വീഡിയോയും കാര്യങ്ങളും വേണമെന്ന് ചോദിച്ച സമയത്ത് അതെ എന്ന് നിരവധി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പലർക്കും ഇതിൽ വരുന്ന ഫിസിക്കൽ ഐറ്റംസും കാര്യങ്ങളൊക്കെ അറിയാവുന്നവരായിരിക്കും, പക്ഷേ ആദ്യമായിട്ടൊക്കെ ഇതിന് പങ്കെടുക്കാൻ പോകുന്നവരുണ്ട്. അപ്പോൾ അവരിത് ഡീറ്റെയിൽ ആയിട്ട് കാണുക. ഇത് കൂടാതെ ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് ഫിസിക്കൽ ഐറ്റം ഉള്ളതെന്ന് പറഞ്ഞിട്ട് മുമ്പ് നമ്മളൊരു വീഡിയോ സെപ്പറേറ്റ്ലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കാരണം ഇതിൽ ഹൈ ജമ്പ് ഉണ്ട്, ലോങ് ജമ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മറ്റു ചില വീഡിയോസ് എന്തുണ്ടായിരുന്നു അവരെനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് കമൻറ്റ് ബോക്സിൽ അതുപോലെ തന്നെ എസ്പെഷ്യലി മെയിലിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിന് ഹൈ ജമ്പ് ഉണ്ടോ, ലോങ് ജമ്പ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് ക്ലാരിഫൈ ചെയ്യാന്നുള്ളതാണ്. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോൻ്റെ പ്രധാന ലക്ഷ്യം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അത്യാവശ്യം അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ അറിയില്ലെന്നാണെങ്കിൽ മൊത്തം കണ്ട് മനസ്സിലാക്കുക. ഇത് നമ്മുടെ 2025 നോട്ടിഫിക്കേഷനാണ്. 2024 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അതുപോലെ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ 2025 വരാനായിട്ട് പോകുന്നുണ്ട്. അതായത് 25-26 കേട്ടോ. 25-26 നോട്ടിഫിക്കേഷൻ ഉടനെ വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് മുന്നോട്ടേക്ക്. അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉടനെ വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്തായാലും എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് ഫിസിക്കലിൽ ഇതിൽ വരുന്നത്, അതായത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടുത്ത വർഷത്തെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ കണ്ടോ 39,481 വേക്കൻസി ആയിരുന്നു ഗ്രാൻഡ് ടോട്ടലായിട്ട് കഴിഞ്ഞ തവണത്തെ ആദ്യം നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇനി അടുത്ത തവണ വരുമ്പോൾ ചിലപ്പോൾ 25,000 ഒക്കെ ആയിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം. പക്ഷേ അവിടെ ഓൾറെഡി നമുക്ക് 50,000-ൽ കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനായിട്ട് നിലവിലുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. നിലവിൽ അതിലും കൂടുതൽ വേക്കൻസി ഉണ്ട് അവിടെ ഉണ്ട്. ഇത് കൂടാതെ നമ്മുടെ CRPF-ന്റെ പുതിയ ബറ്റാലിയൻ, BSF-ന്റെ പുതിയ ബറ്റാലിയൻ, ഇതൊക്കെ ഇങ്ങോട്ടേക്കാണ് വേക്കൻസി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. തുടക്കത്തിൽ തന്നെ വേക്കൻസി കുറവാണെന്ന് കരുതി പഠിക്കാതിരിക്കരുത്, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാതിരിക്കരുത്. ഇത്തവണ ഒരുപാട് പേര് വേക്കൻസി കുറവാണെന്ന് കരുതിയിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നല്ല പുറത്തുനിന്നാണ്, അതായത് നോർത്ത് നിന്നൊക്കെ നല്ല രീതിയിലുള്ള ആപ്ലിക്കേഷൻ വരുന്നതാണ് നമ്മുടെ SSC GDക്ക്. അപ്പോൾ അതിന് ഒരുപാട് അപേക്ഷ കുറഞ്ഞതായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഇതിന് ഫിസിക്കൽ ഐറ്റംസ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ പറയാനുള്ളത്, ഇതിന് ഹൈ ജമ്പ് ഉണ്ട്, ലോങ് ജമ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫേക്ക് ആണ്, അല്ലെങ്കിൽ അത് റിയൽ അല്ല, ഇറ്റ്സ് നോട്ട് റിയൽ, അത് റിയൽ അല്ലാത്ത ഡാറ്റയാണ്, ജെനുവിൻ ഡാറ്റ അല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് ആകെ ഫിസിക്കലിൽ വരുന്നത് ഓട്ടം മാത്രമാണ്. പിന്നെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം പറയാം. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ എന്താണ് വരുന്നത്, നിങ്ങൾക്ക് ഈ ഓട്ടങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അതായത് ഓട്ടം, അതുപോലെ ഹൈ ജമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഓട്ടം മാത്രമേ വരുന്നുള്ളൂ എന്ന് ശ്രദ്ധിക്കുക. അതിൽ ആൺകുട്ടികളുടെ റണ്ണിങ് ടൈം നമുക്ക് നോക്കാം. 5 കിലോമീറ്റർ ഓടുവാനായിട്ട് ഏകദേശം 24 മിനിറ്റാണ് നൽകുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പെൺകുട്ടികൾക്ക് 1.6 കിലോമീറ്റർ ഓടുവാനായിട്ട് 8.5 മിനിറ്റ് നൽകപ്പെടും. ഇത് ഇന്നലെ കൂടി എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ച കാര്യമാണ്, പെൺകുട്ടികളുടെ ഓട്ടം തീരാൻ എത്ര ടൈം കിട്ടുന്നു. അതായത് അവർക്കറിയില്ല, പാസ്സായിട്ടും ഒരുപാട് പേര് അറിയാതിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് അറിയാമായിരിക്കാം, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമില്ലെന്ന് കരുതി നിങ്ങൾ പുച്ഛിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഇത് അറിയുന്ന കാര്യമെന്ന് കരുതി നിങ്ങൾ ഇതെന്തിനാണ് പറയുന്നത് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇതുപോലെ അറിയാത്തവരുണ്ടെന്നുള്ള കാര്യമാണ്. ഇപ്പം നമ്മളെല്ലാവരും എല്ലാം അറിഞ്ഞിട്ടല്ലല്ലോ ഇനിഷ്യൽ സ്റ്റേജിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ളത്. അതുകൂടാതെ വാട്സപ്പ് പോളൊക്കെ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ഫിസിക്കലിൽ വരുന്നുള്ളൂ. കേരളത്തിലുള്ളവരാണ് പറയുന്നത്. കേരള, അതുപോലെ തന്നെ ലക്ഷദ്വീപ്, ഇവിടെയൊക്കെയുള്ളവരാണ് നിങ്ങൾക്ക് ഇത് തന്നെയാണ് വരുന്നത്. ഇത് ഫോർ കാൻഡിഡേറ്റ് ലഡാക്ക് റീജിയൻ്റെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ വീഡിയോ പോലെ അവിടെ നിന്ന് കണ്ടു എന്ന് പറയാം, കാരണം വീഡിയോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്, മേ ബി കണ്ടിരിക്കാം. പക്ഷേ ഈ ഒരു റീജിയൻ, നമ്മുടെ കേരളത്തിലുള്ള റീജിയൻ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇത് മാത്രമാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. കൃത്യമായി പറയുകയാണെങ്കിൽ 5 കിലോമീറ്റർ ഓട്ടം, 1.5 കിലോമീറ്റർ ഓട്ടം. ആൺകുട്ടികൾക്ക് 5 കിലോമീറ്റർ ഓട്ടം 24 മിനിറ്റിലും, അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് 1.6 കിലോമീറ്റർ ഓട്ടം 8.5 മിനിറ്റിലും. ഇത് മാത്രമേ വരുന്നുള്ളൂ. ഇത് പ്രധാനമായിട്ട് നടക്കുന്നത് നമുക്ക് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നതെന്നാണ്. കൂടുതൽ പേർക്ക് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് കേരളത്തിലുള്ളവർക്ക് നടക്കുന്നത്. പിന്നെ ഹൈറ്റ് നോക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഹൈറ്റ് നോക്കും. ആൺകുട്ടികളുടെ മിനിമം ഹൈറ്റ് എത്രയായിരിക്കണം, 170 സെൻറ്റിമീറ്റർ ആയിരിക്കണം. കൃത്യം 170 ഉണ്ടായിരിക്കണം. 170 അല്ലെങ്കിൽ അതിൽ പ്ലസ്സോ എന്തായാലും ഉണ്ടായിരിക്കണം. കാരണം ഇത്തവണ RFID യൂസ് ചെയ്യും എന്നാണ് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. 20-ാം തീയതി കഴിഞ്ഞിട്ട് കൺഫേം ആയിട്ട് ഞാൻ പറയാം. അല്ലാതെ പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റ അവർ അവൈലബിൾ ആക്കിയിട്ടില്ല. കിട്ടുമെന്നാണ് പേഴ്സണലായിട്ട് എനിക്ക് അറിയാൻ പറ്റിയത്. എന്തായാലും
RFID യൂസ് ചെയ്യുമെന്നാണ് പേഴ്സണലായിട്ട് അറിയാൻ പറ്റിയത്. എന്തായാലും മുന്നോട്ടേക്കൊരു അപ്ഡേറ്റ് എന്തായാലും ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് പ്രൊസീജിയർ ഞാൻ എന്ത് ചെയ്യാം, ഒരു വീഡിയോ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ പെൺകുട്ടികളുടെ നോക്കുകയാണെങ്കിൽ 157 സെൻറ്റിമീറ്ററാണ് പെൺകുട്ടികൾക്ക് ആവശ്യമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 157 കൃത്യമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണമെന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ST വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഏകദേശം 162.5 സെൻറ്റിമീറ്റർ ഉയരം മാത്രം മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ST ഉദ്യോഗാർത്ഥികൾക്ക് ഇളവുണ്ട്, ഏകദേശം 162.5 സെൻറ്റിമീറ്റർ ഉയരം മതി. ഇനി ഇതേ ST വിഭാഗത്തിൽ വരുന്ന വനിതകളാകുന്ന സമയത്ത് 150 സെൻറ്റിമീറ്റർ 150 സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റ് മതി എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ ഹൈറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു. ഹൈറ്റ് 170 സെൻറ്റിമീറ്റർ ആൺകുട്ടികൾക്കും 157 സെൻറ്റിമീറ്റർ പെൺകുട്ടികൾക്കും വേണം. ST വിഭാഗത്തിന് 162.5 സെൻറ്റിമീറ്റർ ആൺകുട്ടികൾക്കും 150 സെൻറ്റിമീറ്റർ പെൺകുട്ടികൾക്കും ഹൈറ്റ് വേണം എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ചെസ്റ്റും മെഷർ ചെയ്യും. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഫിസിക്കലിൽ വരുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് ഹൈ ജമ്പ്, ലോങ് ജമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് ITBP പോലുള്ള പോസ്റ്റുകൾക്കെല്ലാം അങ്ങനെയുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ SSC GD പോസ്റ്റുകളിൽ നിന്നും നമുക്ക് ഇത് വരുന്നില്ല. ഹൈ ജമ്പ്, ലോങ് ജമ്പ് ഒന്നും വരുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെസ്റ്റ് വരുന്നത് 80 സെൻറ്റിമീറ്റർ. ജസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് ദി ഫോളോയിങ് സ്റ്റാൻഡേർഡ് ഓഫ് ചെസ്റ്റ് മെഷർമെൻറ്റ് എന്നാണ് പറയുന്നത്. ആൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് ശ്രദ്ധിക്കുക. 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. ചെസ്റ്റൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. ചെസ്റ്റ് 80 സെൻറ്റിമീറ്റർ വേണം. അതുപോലെ തന്നെ 5 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യണം, ചെസ്റ്റ് എക്സ്പാൻഷൻ ആവശ്യമായിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കുക. ചെസ്റ്റ് 5 സെൻറ്റിമീറ്റർ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഓൾ കാൻഡിഡേറ്റ് ബിലോങ് ടു ഷെഡ്യൂൾഡ് ട്രൈബ്സ് ST വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളാണെങ്കിൽ 76 സെൻറ്റിമീറ്റർ ചെസ്റ്റ് മതി. 76 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും അവർക്ക് സാധിച്ചിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം പറയുന്നുണ്ട്. ഇനി പലർക്കും ഉള്ള സംശയമാണ് വെയ്റ്റിൻ്റെ കാര്യം എങ്ങനെ നോക്കും എന്നുള്ളത്. വെയിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രപ്പോർഷനേറ്റ് ടു ഹൈറ്റ് അതുപോലെ തന്നെ ഏജ് ആസ് പെർ ദി മെഡിക്കൽ സ്റ്റാൻഡ്സ്. അതായത് ഹൈറ്റിനും അതുപോലെ ഏജിനും ആനുപാതികമായിട്ടുള്ള വെയിറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ നോക്കാമെന്നുള്ളത് നോക്കുകയാണ്. ഓവർ വെയിറ്റ് ആവാനും പാടില്ല, ലോവർ ആവാനും പാടില്ല. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ഹൈറ്റ് ഇപ്പോൾ ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ 175 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പ്രായം ഒരു 23 അല്ലെങ്കിൽ 22 അങ്ങനെ എന്തെങ്കിലും ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇത് നമ്മൾ നേരെ ചിന്ത ചെയ്യുക, എൻ്റെ ഉയരം ഇത്രയാണ്, എൻ്റെ വയസ്സ് ഇതാണ്, എനിക്ക് എത്ര ഏകദേശം ഇതുവരെ ആവാം, ലൈക്ക് എത്ര വരെ വെയിറ്റ് എൻ്റെ സേഫ് സോൺ ആണ് SSC GD എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു സേഫ് സ്റ്റാൻഡ് നിങ്ങൾക്ക് ലഭിക്കും. ഗൂഗിളിലോ അല്ലെങ്കിൽ മറ്റ് സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ടുള്ളൊരു ഏകദേശ ഡാറ്റ ലഭിക്കും. അതിലാണ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് ശ്രദ്ധിച്ചിരിക്കാം. അത്രയേ ഉള്ളൂ. പ്രപ്പോർഷനേറ്റ് ആയാൽ മതി എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് ഹൈറ്റിനും ഏജിനും പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള വെയിറ്റ് മതി. ഓവർ വെയിറ്റ് ആവാതിരുന്നാൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നിങ്ങൾ ഒട്ടും വെയിറ്റ് ഇല്ല എന്നാണ്, ഭയങ്കര ലോസ് ആയിട്ടുള്ള വെയിറ്റ് എന്നാണെങ്കിൽ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യുക, വെയിറ്റ് നോക്കുന്ന സമയത്തെങ്കിലും അത്യാവശ്യം നിങ്ങളുടെ ബോഡി മാസ് കൂട്ടുവാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയേണ്ടത്. പിന്നെ മെഡിക്കൽ കാര്യങ്ങൾ അങ്ങോട്ടൊക്കെ കിടക്കുകയാണ് ചെയ്യുന്നത് നോട്ടിഫിക്കേഷനിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ആവശ്യമാണെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് എന്തായിരിക്കും ചെയ്യുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഫിസിക്കലിൽ വരുന്നുള്ളൂ. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓടുന്ന എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഇത്ര നാളത്തെയും പ്രാക്ടീസൊക്കെ നിങ്ങൾ അവിടെ കാണിക്കുക തന്നെ ചെയ്യണം. രീതിയിൽ നിങ്ങൾ ഓടി പാസ്സാവാനായിട്ട് തന്നെ ട്രൈ ചെയ്യുക. എല്ലാവിധ ആശംസകളും നേരുന്നു.